ആടാ മക്കളെ, നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ആ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ചാപ്റ്റർ എന്താണ്? ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ ഇതിൻ്റെ ആരംഭം ഒരുപാട് പഴയതാണ്. 1400കളൊക്കെയാണ് നമ്മൾ പറയേണ്ടി വരിക. എന്നുവെച്ചാൽ ഒരു 600 വർഷം മുമ്പൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും ഫിസിക്സിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. കണ്ടില്ലേ, 600 വർഷങ്ങൾക്ക് ശേഷവും 700 വർഷങ്ങൾക്ക് ശേഷവും ഒക്കെ നമ്മളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുക, IIT-യിൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, മെഡിക്കൽ പരീക്ഷയിൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അന്നത്തെ ആൾക്കാരുടെ എത്ര വലിയ ബുദ്ധി ചിന്തയാണതെന്ന്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവർ ചിന്തിച്ചത്, അല്ലേ? നമുക്കിന്ന് ഇത്രയും സയൻസ് ഡെവലപ്പ് ചെയ്തു. ഈ ഗലീലിയോ ഗലീലി എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ഗലീലിയോ ഗലീലി ഭയങ്കരനാണ്. ഗലീലിയോ ഗലീലി സയൻസ് പഠിച്ചിട്ട് ജയിലിലായ ആളാണ്. അന്നൊക്കെ നിങ്ങൾക്കറിയാലോ, മതപണ്ഡിതന്മാരാണ് ജീവിതം തീരുമാനിക്കുക. ശരിയേത് തെറ്റേതെന്ന് കോരാ തീരുമാനിക്കുക. ഒരാളുടെ ബുദ്ധിക്കും ഒരാളുടെ യുക്തിക്കൊന്നും ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. രാജാവും പുരോഹിതനും തീരുമാനിക്കും ഇതാണ് ശരി, അപ്പോൾ അതാണ് ശരി. അങ്ങനെയുള്ള ഒരു ശരി ഞാൻ പറഞ്ഞുതരാം. അന്ന് വിശ്വസിച്ചിരുന്ന ഒരു ശരി, അവരുടെ വിശ്വാസത്തിലിരുന്ന ഒരു ശരി ഗലീലിയോ തെറ്റാണെന്ന് തെളിയിച്ച കാര്യം. ഒരു വസ്തു സഞ്ചരിച്ച് തുടങ്ങാൻ മാത്രമേ ഒരു കാരണത്തിൻ്റെ ആവശ്യമുള്ളൂ. സഞ്ചരിക്കുന്ന വസ്തു താനേ നിന്നോളും. അവരാലോചിച്ചത് വളരെ സ്വാഭാവികമായിട്ട് അവരുടെ ശരിയാണ്. എന്തുകൊണ്ടാണ്? ഒരു മൈതാനത്തൊരു പന്ത് ഉരുട്ടി എന്ന് വിചാരിക്കുക. ഉരുളണമെങ്കിൽ ഒരാൾ തട്ടണം, ശരിയാണ്. പക്ഷെ ഉരുണ്ട പന്ത് താനേ നിൽക്കുന്നുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഒരു പെട്ടി ഭൂമിയിൽ നിൽക്കുകയാണ്, നിലത്ത് നിൽക്കുകയാണ്. നിലത്ത് നിൽക്കുന്ന വസ്തു നീങ്ങണമെങ്കിൽ വലിക്കണം. ഇനി വലിച്ചു വിട്ടാലോ അത് താനേ നിന്നോളൂ. അപ്പം അന്ന് വിചാരിച്ചിരുന്നത് മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ഒരു കാരണത്തിൻ്റെ ആവശ്യമുള്ളൂ, ഒരു റീസണിൻ്റെ ആവശ്യമുള്ളൂ. മൂവ് ചെയ്ത ബോഡി താനേ നിന്നോളൂ എന്നാണ് അന്ന് വിചാരിച്ചിരുന്നത്. അത് തെറ്റാണെന്ന് തെളിയിച്ചത് ഗലീലിയോ ഗലീലിയുടെ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എക്സ്പെരിമെൻ്റ് ആണ്. ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എക്സ്പെരിമെൻറ്റ്. എന്താ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എക്സ്പെരിമെൻറ്റ്? ഇന്നത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷനാണ്, ഒരുപാട് എഴുതാനൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഗലീലിയോ ഗലീലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 2 ഭാഗം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ടാക്കി. ഇങ്ങനത്തെ ഒരു പ്ലെയിൻ നന്നായി സ്മൂത്താക്കി, നല്ല പെർഫെക്റ്റ് സ്മൂത്താക്കി, അടിപൊളി സ്മൂത്താക്കി. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഒരു പെബിൾ അല്ലെങ്കിൽ ഒരു മാർബിൾ പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള ഒരു സാധനത്തെ ഇവിടുന്ന് എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള കർവാണ്. അപ്പോൾ ഇതിങ്ങനെ താഴെ കൂടി നിരങ്ങി മേലെ പോകും, അല്ലേ? അപ്പോൾ ആൾ കണ്ടതെന്ന് വെച്ചാൽ ഏത് ഹൈറ്റിൽ നിന്നാണോ വിടുന്നത് ആ ഹൈറ്റ് വരെ ഇത് നിരങ്ങി എത്തുന്നുണ്ട്. അപ്പോൾ ഒരേ ഹൈറ്റ് എത്തുന്നത് വരെ അതെന്ത് ചെയ്യുന്നുണ്ട്? നിരങ്ങി എത്തുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. ഇനി ആളെന്ത് ചെയ്തു? ഈ ഇൻക്ലിനേഷൻ കുറച്ചു. ശരി, ആ ഇൻക്ലിനേഷൻ കുറക്കുമ്പോൾ ആൾ കണ്ടു അതേ ഹൈറ്റ് വരെ എത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇൻക്ലിനേഷൻ കുറച്ചു, അപ്പോൾ അതേ ഹൈറ്റ് വരെ എത്തുന്നുണ്ട്. അപ്പോൾ എപ്പം വരെ നിരങ്ങും എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഒരേ ഹൈറ്റ് എത്തുന്നത് വരെ നിരങ്ങും എന്നല്ലേ? എപ്പോഴും അതേ ഹൈറ്റ് എത്തുന്നത് വരെ നിരങ്ങുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ജനറലൈസ് ചെയ്യാം? ഈ നിരക്കി വിട്ട സാധനം ഒരേ ഹൈറ്റ് എത്തുന്നത് വരെ നിരങ്ങും, അല്ലേ? വീണ്ടും ഇൻക്ലിനേഷൻ കുറച്ചാൽ അപ്പോൾ കൂടുതൽ ദൂരം, അത് അവിടുത്തേക്കാളും കൂടുതൽ ദൂരം ഇവിടെ നിരങ്ങേണ്ടി വന്നിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ദൂരം ഇവിടെ നിരങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഗലീലിയോ അവസാനമായിട്ട് പറയാണ്, ഞാനിനി ഇതിങ്ങനെ നേരെ വെച്ചാൽ, ഇൻക്ലൈൻ പ്ലെയിൻ ഇല്ലാതെ നേരെ വെച്ചാൽ, പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയാൽ ഇതൊരിക്കലും നിൽക്കൂല. നിൽക്കണമെങ്കിൽ ആരെങ്കിലും തള്ളിപ്പിടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തേണ്ടി വരും. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വസ്തു താനേ നിൽക്കൂല, ചലിക്കുന്ന വസ്തു ചലിച്ചുകൊണ്ടേയിരിക്കും. ജസ്റ്റ് ലൈക്ക് ചലിക്കാത്ത വസ്തുവായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലേ? ഒരാൾ തട്ടുന്നത് വരെ. അതേപോലെ ചലിക്കുന്ന വസ്തു, മൂവ് ചെയ്യുന്ന വസ്തു, ചലിക്കാണ് മൂവ് ചെയ്യുന്ന വസ്തു ഒരാളുടെ
ഇടപെടൽ ഉണ്ടാവുന്നത് വരെ, ഒരാളുടെ ലൈക്ക് ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഇൻട്രപ്ഷനോ ഉണ്ടാവുന്നത് വരെ അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, we need a reason to start motion. Second one, we need a reason to stop a moving object. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എക്സ്പെരിമെന്റിൽ ഈ ചിത്രം വരച്ചിട്ട് നിങ്ങൾ അതിന്റെ ചോട്ടിൽ എഴുതേണ്ട കാര്യം എഴുതി വെച്ചോളൂ. ഹെഡിങ് എഴുതേണ്ടത് ഡബിൾ ഇൻക്ലൈൻഡ് എക്സ്പെരിമെന്റ്. എന്നിട്ട് ചിത്രം വരയ്ക്കണം. അതിന്റെ ചോട്ടിൽ എഴുതേണ്ട കാര്യം ഇതാണ്: Galileo used two inclined planes as shown in the figure. When he released a body from one side, it is observed that it reaches to the same height to the other inclined plane. When he reduced the angle of inclination, the length of the travel of the body in the other inclined plane increases. So he concluded that if the second plane is flat, the body will not stop by its own if the surface is smooth. From this experiment, he introduced the concept of inertia. Inertia എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇനേർഷ്യ എന്ന വാക്ക് പറയുമ്പോൾ പലരും പെട്ടെന്ന് ഓർക്കുക ഐസക് ന്യൂട്ടന്റെ പേരാണ്. സത്യത്തിൽ ഐസക് ന്യൂട്ടൺ അല്ല ഇനേർഷ്യ എന്ന് പറഞ്ഞ പദം കോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഗലീലിയോ ഗലീലിയാണ്. ഞാനൊരു ക്ലാസ് ചോദിച്ചു, ഗലീലിയോ ഗലീലിയും ഐസക് ന്യൂട്ടണും തമ്മിലൊരു ബന്ധമുണ്ട്, എന്താണ് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ഏതൊരുത്തം പറഞ്ഞു അമ്മാവന്റെ മോനാണെന്ന്. അമ്മാവന്റെ മോനല്ല, ഗലീലിയോ ഗലീലിയും ഐസക് ന്യൂട്ടണും തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. ഒരാൾ മരിച്ച വർഷമാണ് മറ്റേയാൾ ജനിച്ചത്. അത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മീനിങ് ഫുൾ ആക്കിക്കൊണ്ടാണ് ഐസക് ന്യൂട്ടൺ പ്രവർത്തിച്ചത്. ശരിക്ക് ഗലീലിയോ ഗലീലി നിർത്തിവെച്ചെടുക്കുക എന്നാണ് ഐസക് ന്യൂട്ടൺ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പഠനങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. പിന്നീട് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതൊക്കെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നാണ് പറയുമെങ്കിലും ഇതിലെ ഇനേർഷ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ലോ സത്യത്തിൽ ന്യൂട്ടന്റെ പേരിലല്ല ഗലീലിയോന്റെ പേരിൽ അറിയപ്പെടേണ്ട നിയമമായിരുന്നു. പക്ഷെ അത് മൂന്നും കൂടി ഒരുമിച്ച് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നാണ് അറിയപ്പെടുക. അപ്പൊ എന്താണ് ഗലീലിയോ ഗലീലിയുടെ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ? ഒരു വസ്തു സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും റീസൺ, ഒരു വസ്തുവിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഒരു റീസൺ വേണം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യാനും ഒരു റീസൺ വേണം. പുറമേ നിന്നൊരു റീസന്റെ സഹായമില്ലാതെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മൂവ് ചെയ്യില്ല. പിന്നെയോ മൂവ് ചെയ്യുന്ന ഒരു ബോഡി, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി റെസ്റ്റിലേക്കും പോവില്ല. ഞാൻ പറഞ്ഞില്ലേ പുറമേ നിന്നൊരു റീസൺ. എന്താണ് ആ റീസണിന്റെ പേര്? എക്സ്റ്റേണൽ ഫോഴ്സ്. എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ എഴുതി വെച്ചോളൂ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താ? നല്ല മലയാളത്തിൽ പറഞ്ഞ എന്താ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? പുറമേ നിന്നൊരു ഫോഴ്സിന്റെ സഹായമില്ലാതെ വസ്തു സ്വയം ചലിക്കുകയില്ല, ചലിക്കുന്ന വസ്തു സ്വയം നിൽക്കുകയുമില്ല. അപ്പൊ എഴുതി വെച്ചോളൂ, എ ബോഡി കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or state of uniform motion along a straight line unless it is compelled by an external unbalanced force. A body continue its state, every body continue its state of rest
or uniform motion along a straight line unless it is compelled by an external unbalanced force. ഇതിനൊരു വേറെ രൂപത്തിൽ പറഞ്ഞൂടെ, പുറമേ നിന്ന് ഫോഴ്സിന്റെ സഹായമില്ലാതെ ഇവ മാറ്റൂല. അപ്പം ഇപ്പോ മാറ്റാൻ കഴിവില്ല, വസ്തുവിന് സ്വയം മാറാൻ കഴിവില്ല എന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ there is an inability, ready, there is an inability of a body or of every body to change its state of rest or state of motion by its own എന്ന് പറഞ്ഞൂടെ. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനെയോ സ്വയം മാറ്റാൻ ഒരു കഴിവില്ലായ്മയുണ്ട് എന്ന് പറഞ്ഞൂടെ. ആ കഴിവില്ലായ്മയുടെ പേരാണ് ഇനേർഷ്യ. അപ്പൊ അടുത്ത സൈഡിൽ ഇങ്ങനെ എഴുതിക്കോളൂ, ഇനേർഷ്യ. It is the inability of every body to change its state of rest or state of uniform motion by its own. വേറെ തരത്തിലും പറയാട്ടോ. ഇപ്പോ ഒരു കുട്ടി വീട്ടിൽ തന്നെ കുത്തിരിക്കാതെ വിചാരിക്കും, ആരോടും മിണ്ടൂല, ആരോടും മിണ്ടാട്ടില്ല. ഓൻ്റെ അമ്മ പറയും, എൻ്റെ മോൻ എന്തൊരു ഡീസൻ്റ്, വേണ്ടാത്തൊരു പണിക്കും പോവില്ല, ആരോടും വർത്താനൊന്നും പറയൂല എന്ന് പറയും. നാട്ടുകാർ പറയും, എന്തത്തെ ചെക്കനാണ്, ആരോടും ഒരു മിണ്ടാട്ടോ ഇല്ല, ഒരു മന്ദിപ്പ് കളിയാണെന്ന് പറയും. ഒരാളെ കൊണ്ട് രണ്ടാൾക്കാർ പറയുന്നത് രണ്ടും ശരിയാണ്. അതേപോലെ തന്നെ ഇനേർഷ്യൻ ഇനബിലിറ്റി എന്ന് വിളിക്കും പോലെ തന്നെ എബിലിറ്റി എന്ന് വിളിക്കാം. എന്തിനുള്ള എബിലിറ്റി? എന്താണോ അതിൻ്റെ സ്റ്റാറ്റസ് അതിൽ തന്നെ തുടരാനുള്ള എബിലിറ്റി. അങ്ങനെ പറഞ്ഞൂടെ? അപ്പോൾ എഴുതി വെച്ചോളൂ, ഇറ്റ് ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് ദ എബിലിറ്റി ഓഫ് എവറി ബോഡി ടു കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. റെസ്റ്റിലിരിക്കുക, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക, വേറൊരാളുടെ കാരണമില്ലാതെ മാറൂല. മാറാതിരിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് ഇനേർഷ്യ, അല്ലെങ്കിൽ മാറ്റാനുള്ള കഴിവില്ലായ്മയുടെ പേരാണ് ഇനേർഷ്യ. രണ്ടും ശരിയാണ്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ പലതും പറയാറുണ്ട്. നോക്കാം. ഇനേർഷ്യ ആർ ഓഫ് 3 ടൈപ്സ്. എഴുതി വെച്ചോളൂ, ഇനേർഷ്യ ആർ ഓഫ് 3 ടൈപ്സ്. 1 ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, 2 ഇനേർഷ്യ ഓഫ് മോഷൻ, 3 ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഞാൻ അതിന് മുമ്പേ ഒരു കാര്യം നിങ്ങളോട് പറയാം, അത് ചോട്ടിൽ എഴുതി വെച്ചോളൂ. മാസ് ഇസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ കൂടിയ വസ്തുവിന് മാസ് കൂടുതലാണ്, അല്ലെങ്കിൽ മാസ് കൂടിയ വസ്തുവിന് ഇനേർഷ്യ കൂടുതലാണ്. അതാണ് കൂടുതൽ ശരി. ഒരു വസ്തുവിന് മാസ് വളരെ കൂടുതലാണെങ്കിൽ ഇനേർഷ്യ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താ? ചോട്ടിലെഴുതിക്കോളൂ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, the inability of every body to change its state of rest by its own. That's inertia of rest. അതിനൊരു എക്സാമ്പിളായിട്ട് മക്കൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. നമ്മളൊരു ബസ്സിൽ നിൽക്കുകയാണ്. ഓക്കെ, ബസ്സിൽ നിൽക്കുമ്പോൾ ഇതാണ് ബസ്സിൻ്റെ നിലത്ത് ബസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ബസ് എന്ത് ചെയ്തു? മുന്നോട്ട് പോയി. പെട്ടെന്ന് ബസ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നോട്ടായി. എന്താ കാര്യം? മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ കൂടുതൽ ഭാരം ഇരിക്കുന്നത് എവിടെയാ? മേലേക്കാണ്, താഴേക്കല്ല. അപ്പർ പാർട്ടിനാണ് കൂടുതൽ ഭാരം, അല്ലെങ്കിൽ കൂടുതൽ മാസ് ഉള്ളത് മേലെയാണ്. അപ്പോൾ ഇപ്പം ബസ് റെസ്റ്റിലാണ്, ആളും റെസ്റ്റിലാണ്. ബസ് മൂവ് ചെയ്യുമ്പോൾ ബസ്സിനോടൊപ്പം കാല് മൂവ് ചെയ്യും. പക്ഷേ മാസ് കൂടിയ ശരീരം റെസ്റ്റിൻ്റെ ഇനേർഷ്യയിലാണുള്ളത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിലാണുള്ളത്. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങില്ല? മൂവ് ചെയ്യാൻ തുടങ്ങില്ല. അപ്പോൾ കാല് മാത്രം മൂവ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ ശരീരം ബാക്കോട്ട് പോയതല്ല, കാല് മുന്നോട്ട് പോയതിനോടൊപ്പം ശരീരം മുന്നോട്ട് പോകാത്തത് കൊണ്ട് നമുക്ക് ബാക്കോട്ട് പോയതുപോലെ തോന്നിയതാണ്. നമ്മൾ ബാക്കോട്ട് പോയതല്ല, കാല് മുന്നോട്ട് പോയപ്പോൾ ശരീരം മുന്നോട്ട് പോയില്ല. കാരണം എന്താ? ശരീരത്തിന് മാസ് കൂടുതലാണ്.
അതുകൊണ്ട് ശരീരത്തിന് ഇനേർഷ്യ കൂടുതലാണ്. അപ്പം നമ്മളുടെ വയറിൻ്റെ മേലെയുള്ള ഭാഗം അല്ലെങ്കിൽ അരക്കെട്ടിന് മേലെയുള്ള ഭാഗം മൂവ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. കാലാണെങ്കിൽ മൂവ് ചെയ്തും പോയി. അപ്പം നമ്മളെന്താ ചെയ്യുക? കമ്പി പിടിക്കും അല്ലേ? കമ്പി പിടിച്ച് മേൽഭാഗത്തിന് കൂടി ഒരു മോഷൻ കൊടുക്കും. നമ്മളൊരു മോഷൻ കൊടുക്കും. എന്നിട്ട് ബാലൻസ്ഡ് ആവുമ്പോൾ പിന്നെ വണ്ടിക്കൊപ്പം നീങ്ങും. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിനൊരു എക്സാമ്പിൾ. രണ്ടാമത്തെ ഇനേർഷ്യ ഓഫ് മോഷൻ. ഇത് തന്നെ തിരിച്ചും പറയും. എന്താ? ഒരു വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരേ സ്പീഡിൽ ഒരു ഹൈവേയിൽ നല്ല യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ നല്ല പാട്ടുപാടി രസിച്ച് പോകാൻ ഒരു ടൂറിൻ്റെ ട്രാവലാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടി മൂക്ക് കുത്തി വീഴും. എന്തേ? ഇത് പറഞ്ഞ പോലെ തന്നെ മോഷനിലാണ്, മൊത്തം മോഷനിലാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഫുൾ പാർട്ട് മോഷനിലാണ്. അതിൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി നല്ല മാസുള്ള ആളാണ്, അയാൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റൂല. ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പം കാലൊരു പക്ഷേ വണ്ടിയോടൊപ്പം നിൽക്കാൻ നോക്കി. അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്ത് ചെയ്തില്ല? നിന്നില്ല. അപ്പർ പാർട്ട് മുന്നോട്ട് പോയി. നമ്മൾ മൂക്കും കുത്തി മുന്നോട്ട് വീണേ വലിയ അപകടം പറ്റൂലേ? അപ്പം നമ്മൾ മറ്റൊരു ഫോഴ്സ് കൊടുത്ത് അവനെ നിർത്താം. കണ്ടില്ലേ? അപ്പം നമ്മൾ കമ്പി പിടിച്ച് അങ്ങോട്ട് തള്ളുക ചെയ്യുക, നമ്മുടെ ബോഡീനെ നിർത്താൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് തള്ളുക ചെയ്യും. അല്ലെങ്കിൽ സീറ്റ് പിടിച്ച് മുന്നോട്ട് തള്ളുക ചെയ്യുക അല്ലേ? സീറ്റ് നമ്മൾ ഇങ്ങനെ തള്ളി പിടിക്കുക ചെയ്യും. അപ്പം നമ്മൾ നിൽക്കാൻ വേണ്ടി. അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് അതേ ഡയറക്ഷനിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മൾ സർക്കുലർ മോഷൻ പഠിച്ചപ്പോൾ സാധനം കണ്ടതാണ്. നമ്മളിപ്പോൾ ഒരു കയറിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടി കറക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറി മാറി വരണേ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഡയറക്ഷൻ ഇങ്ങനെ മാറി മാറി വരുന്നത്. ഡയറക്ഷൻ മാറ്റുന്ന ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. എപ്പോഴും ഒരു സ്ഥലത്ത് വെച്ച് കയറ് പൊട്ടിയെന്ന് വിചാരിക്കുക. അത് അവിടെ എത്തിയപ്പോൾ കയറ് പൊട്ടി. കയറ് പൊട്ടിയാൽ എന്തില്ലാണ്ടായി? ഫോഴ്സ് ഇല്ലാണ്ടായി. ഡയറക്ഷൻ മാറ്റാൻ ആളില്ലാണ്ടായി. ഡയറക്ഷൻ മാറ്റാൻ ആളില്ലെങ്കിൽ പിന്നെ കയറ് ടാൻജൻഷ്യലിയാണ് പുറത്തേക്ക് പോകുക. സൈക്കിൾ ഓടിക്കുമ്പോൾ മഴക്കാലത്ത് സൈക്കിൾ ഓടിക്കുമ്പോൾ ചെളി തെറിക്കാൻ വേണ്ടിയിട്ടില്ലേ? ഇനേർഷ്യ ഓഫ് ഡയറക്ഷനാണ് കാരണം. ചെളിക്ക് മാസുണ്ട്. ചക്രം തിരിയുന്നതിനോടൊപ്പം ചെളിക്ക് തിരിയാൻ പറ്റുന്നില്ല, സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഡയറക്ഷനിൽ ടാൻജൻഷ്യലി പുറത്തേക്ക് എറിയപ്പെടുകയാണ്. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ വലിയ എഫക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? മാസ് കൂടുതലായിരിക്കണം. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എല്ലാം കൂടുന്നത് മാസ് കൂടുമ്പോഴാണ്. മോർ ദ മാസ്, മോർ ഈസ് ദ ഇനേർഷ്യ. ഓക്കെ? കൂടുതൽ മാസ് ഉണ്ടോ കൂടുതൽ ഇനേർഷ്യ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെക്കണം. പരീക്ഷയിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി. മലയാളത്തിൽ എഴുതിയാൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷിൽ എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ പരീക്ഷ ആകുമ്പോഴേക്കും നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാനൊക്കെ പഠിക്കും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും എഴുതി വെച്ചാൽ മതി. ഓക്കെ? ഭാഷയിലല്ല കാര്യം, നോളജ് ഇൻ സബ്ജക്റ്റിലാണ് കാര്യം. ഇനി നമ്മൾ പറയാനുള്ള സാധനം ഇനേർഷ്യ അല്ലെങ്കിൽ മാസ് ഇനേർഷ്യയുടെ ഒരു മെഷറാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു വേറെ എക്സാമ്പിളാണ്. നമ്മളോട് പറയും ആന പിറകെ ഓടുമ്പോൾ വളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെ സിക്സാഗിൽ ഓടണം. എന്താ കാര്യം? ആന ഒരാളെ ആക്രമിക്കാൻ ഓടുന്നു എന്ന് വിചാരിക്കുക. മതം പൊട്ടി ആനയാണ് ഒരാളെ ആക്രമിക്കാൻ ഓടുമ്പോൾ ആനക്ക് അത്യാവശ്യം നല്ല വേഗത്തിലൊക്കെ ഓടാൻ പറ്റും. നല്ല സ്റ്റാമിനയുണ്ട് ആനയെ. പെട്ടെന്ന് നമ്മൾ മനുഷ്യൻ തളരുമ്പോൾ തളരുമൊന്നുമില്ല. അപ്പോൾ ആനേനോട് നമുക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ആനേനെ തോപ്പിക്ക് ഒറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യുക? സിഗ്സാഗിലൂടെ. സിഗ്സാഗിലോടുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി മാസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ആനയ്ക്ക് പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ആനയ്ക്ക് മാസ് വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എലിഫന്റ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ. നിങ്ങൾ ഡിസ്കവറി ചാനലിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? മാനിനെയൊക്കെ ചീറ്റ ഓടിച്ചു പിടിക്കുന്ന കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും മാനിനെ ചീറ്റക്ക് തിന്നാൻ കിട്ടൂല. ചീറ്റ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്ന ജീവിയല്ലേ? എന്നാലും ചീറ്റ തോറ്റു. എന്താ കാര്യം? ചീറ്റ മാൻ്റെ ഒക്കെ പിറകെ ഓടി ഇപ്പ പിടിച്ചു എന്നാകുമ്പോൾ മാനൊന്ന് ചവിട്ടി ഡയറക്ഷൻ തിരിച്ചൊരൊറ്റപ്പാച്ചിലുമായി. മാന് ഫിസിക്സ് പഠിച്ചിട്ടൊന്നുമല്ല. മാനറിയാം എനിക്ക് പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ചീറ്റക്ക് അതുപോലെ ഡയറക്ഷൻ മാറ്റാൻ പറ്റൂല. അതെന്തോ പ്രകൃതിയുടെ ഇൻഡ്യൂസ്ഡ് നോളജ് എന്ന് വേണം നമ്മൾ അതിനെ വിളിക്കാൻ. പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന ഭാഷയാണ് ഫിസിക്സ്. അപ്പോൾ ഫിസിക്സ് ഉള്ളത് കൊണ്ടല്ല മാൻ അങ്ങനെ ചെയ്യുന്നത്. മാൻ അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പഠിക്കാനാണ് ഫിസിക്സ് പഠിക്കുന്നത്. ഓക്കെ? അപ്പം മാനിന് മാസം കുറവ്. ഇനി ഒന്നും വേണ്ട, ചെറിയ മക്കളെയൊക്കെ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഇട്ട് തേച്ച് കുറച്ച് നേരം കളിക്കാനൊക്കെ വിടും അല്ലേ? എന്നിട്ട് അമ്മമ്മ അല്ലെങ്കിൽ വലിയമ്മയൊക്കെ നല്ല അത്യാവശ്യം വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല തടിയൊക്കെ ഉണ്ടാവും. നമ്മുടെ കവിയൂർപ്പന്നമ്മേനെ പോലത്തെ അമ്മമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടീൻ്റെ പിറകെ വിടും.
കുട്ടീൻ്റെ പിറകെ ഓടുമ്പോൾ കിട്ടൂല. എന്താ, കുട്ടീനെ പിടിക്കാറാകുമ്പോൾ കുട്ടി തിരിഞ്ഞോടിക്കളി. അമ്മമ്മയ്ക്ക് അതുപോലെ തിരിയാൻ പറ്റൂല. പ്രായം കൊണ്ടും പറ്റൂല, മാസം കൊണ്ടും പറ്റൂല. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ. നമ്മൾ പപ്പായ അല്ലേ, പപ്പായൊക്കെ കുലുക്കിടൂലേ, ഇങ്ങനെ ജർക്ക് ചെയ്യുക ചെയ്യുക അല്ലേ. പപ്പായ കുലുക്കിടുമ്പോൾ കർമൂസ എന്നൊക്കെയാണ് ഞങ്ങൾ പറയാം മലയാളത്തിൽ. ഇപ്പോൾ പപ്പായൻ്റെ ട്രീ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പപ്പായൻ്റെ ട്രീയിൽ അല്ലേ ഇങ്ങനെ കായ ഉണ്ടാവും. ഈ കായൊക്കെ കമ്പാരിറ്റീവ്ലി മാസം ഉണ്ടാവും. ഇത് തെങ്ങ് പോലെ അല്ലേ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സഡൻ ജർക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ആ സ്റ്റെം തണ്ട് ഇറ്റ് സ്റ്റാർട്ട് ടു മൂവ്. പക്ഷേ ഫ്രൂട്ട് കമ്പാരിറ്റീവ്ലി മാസീവാണ്. അതെന്ത് ചെയ്യില്ല, സ്റ്റെമ്മ് മൂവ് ചെയ്യുന്നതിനോടൊപ്പം പെട്ടെന്ന് മൂവ് ചെയ്യില്ല. അതിന് ഇനേർഷ്യ കാരണമായതുകൊണ്ട് അത് മൂവ് ചെയ്യാൻ ഹെസിറ്റേഷൻ കാണിക്കും, പക്ഷേ സ്റ്റെമ്മ് മൂവ് ചെയ്യും. അങ്ങനെ സ്റ്റെമ്മ് മൂവ് ചെയ്യുകയും ഫ്രൂട്ട് മൂവ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ റിലേറ്റീവ് മോഷൻ വരും. അതിൻ്റെ നെറ്റ് വളരെ ലൈറ്റ് ആയതുകൊണ്ട് അടർന്ന് വീഴും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുലുക്കി വീഴ്ത്തുന്നതെല്ലാം അങ്ങനെയാണ്. കുലുക്കി വീഴ്ത്തുന്നതിൻ്റെ എല്ലാ കാരണവും ഇനേർഷ്യയാണ്. ലൈറ്റായ വളരെ മാസ് കുറഞ്ഞു വന്ന് നമുക്ക് കുലുക്കി വീഴ്ത്താൻ പറ്റില്ല. മാസ് കൂടുമ്പോഴാണ് കുലുക്കുമ്പോൾ വേഗം വീഴാനുള്ള സാധ്യത കൂടുക. അപ്പം ഇതൊക്കെയാണ് ഇനേർഷ്യ എന്ന് പറയുന്ന സംഗതികൾ. അപ്പൊ ഇനേർഷ്യ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു? ഇനേർഷ്യ എന്താ നമ്മളോട് പറയുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ ഒരു ബോഡി അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനെയോ മാറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ലോ നമുക്ക് ഫോഴ്സ് എന്താണ് എന്ന് പറഞ്ഞു തരുന്നു അല്ലേ. എന്താ ഫോഴ്സ്? എന്തൊന്നിനാണോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനെയോ മാറ്റാൻ കഴിയുന്നത്, അതാണ് ഫോഴ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം, വാട്ട് ഡു യു മീൻ ബൈ എ ഫോഴ്സ്? വാട്ട് ഡു യു മീൻ ബൈ എ ഫോഴ്സ്? ഒരു ക്വസ്റ്റൻ ആയിട്ട് എഴുതിക്കോളൂ, അതിൻ്റെ ചോട്ടിൽ എഴുതിക്കോളൂ. എ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ദാറ്റ് വൺ വിച്ച് changes the state of rest or state of uniform motion of a body along a straight line. External force is that one which changes the state of rest or state of uniform motion of body along a straight line. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡീൻ്റെ റെസ്റ്റിൻ്റെ അവസ്ഥയെ മാറ്റാനോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ബോഡീനെ യൂണിഫോം മോഷനിലിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് മാറ്റാൻ പറ്റുന്നതോ ആയിട്ടുള്ള ആൾ ആരാണോ അതാണ് ഫോഴ്സ്. അപ്പൊ അതിന്റെ ചോട്ട് എഴുതിക്കോളൂ, ഫസ്റ്റ് ലോ ഗിവ്സ് അസ് ദ ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ ഫോർ ഫോഴ്സ്. അപ്പൊ നമ്മളോട് ഫസ്റ്റ് ലോ പറഞ്ഞു വരുന്നു ആരാണ് ഫോഴ്സ് അല്ലേ, ആരാണ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ്, അതിന്റെ ക്വാളിറ്റി എന്താണ് ക്വാളിറ്റി? ഇറ്റ് ഷുഡ് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിനി സെക്കൻഡ് ലോയിലേക്ക് കടക്കണം. പക്ഷേ സെക്കൻഡ് ലോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു ടേം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇന്ന് ഞാൻ ആ ടേമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ലോ പഠിക്കാം. ഓക്കെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടേം ആണ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്താണ് ആ ടേം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. വെറുതെ സിമ്പിൾ എക്സാമ്പിൾ. ഒരു തടിയൻ, ഒരു സുമോ ഗുസ്തിക്കാരൻ, നല്ല തടിയൻ, ഒരു സുമോ ഗുസ്തിക്കാരൻ ഒരു റോഡിലൂടെ അല്ലെങ്കിൽ ഒരു പാസേജിലൂടെ ഓടി വരികയാണ്. ഞാൻ നോക്കുമ്പോൾ തടിയൻ അയാളുടെ ഓട്ടത്തിന് മെല്ലെ ഓടി വരികയാണ്. ഞാൻ അയാളുടെ വഴിയിലുണ്ട്, അയാൾ എന്നോട് മാറിക്കോ എന്ന് പറയുന്നുണ്ട്. സപ്പോസ് ഞാൻ മാറുന്നില്ല, അയാൾ എന്നെ ഒന്ന് ഇടിച്ചു, ഞാൻ തെറിച്ചു പോവും. ഞാൻ എന്തുകൊണ്ട് തെറിച്ചു പോയി? ഞാൻ തെറിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്നിൽ മോഷൻ ആഡ് ചെയ്യപ്പെട്ടു അല്ലേ. ഐ സ്റ്റാർട്ടഡ് ടു മൂവ്. എൻ്റെ കയ്യിൽ മോഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അയാളാണ് എനിക്ക് മോഷൻ തന്നത്. എന്തുകൊണ്ട് അയാൾക്ക് എനിക്ക് മോഷൻ തരാൻ പറ്റിയത്? അയാൾക്ക് മോഷൻ കൂടുതലുള്ളതുകൊണ്ടാണോ അതോ അയാൾക്ക് മാസ് കൂടുതലുള്ളത് കൊണ്ടാണോ? അതെ, അയാൾക്ക് മാസ് കൂടുതലുള്ളത് കൊണ്ട്, മോഷൻ കൂടുതലുള്ള, അയാൾക്ക് വെലോസിറ്റി കൂടുതലുള്ളത് കൊണ്ടല്ല, അയാൾക്ക് മാസ് കൂടുതലുള്ളത് കൊണ്ട് അയാൾക്ക് എനിക്ക് മോഷൻ തരാൻ സാധിച്ചു.
പക്ഷെ അയാൾക്ക് വെലോസിറ്റി ഇല്ല, എന്നിട്ടും അയാളുടെ കയ്യിൽ മോഷൻ ഉണ്ട്, എബിലിറ്റി ടു മൂവ് ഉണ്ട് അല്ലേ? ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എബിലിറ്റി ടു മൂവ് അയാളുടെ കയ്യിലുണ്ട്. അത് വെലോസിറ്റി കാരണമല്ല, കാര്യം വെലോസിറ്റി വളരെ കുറവാണ്. പക്ഷെ അയാളുടെ മാസ് എന്നിലേക്ക് വെലോസിറ്റീനെ ഇമ്പാർട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നിലേക്ക് മോഷനെ ഇമ്പാർട്ട് ചെയ്തു. അപ്പൊ മാസ് കൂടിയ ഒരു വസ്തുവിൽ മോഷൻ കൂടുതലുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു വസ്തുവിൽ എത്ര മോഷൻ ഉണ്ട് എന്നുള്ളതിന് മാസ് ഒരു ഫാക്ടറാണ്. അപ്പൊ ഞാനൊരു പാഠം പഠിച്ചു ജീവിതത്തിൽ. എന്താ പാഠം? തടിയന്മാരെ സൂക്ഷിക്കണം. ഓടി വരുമ്പോൾ മാറി നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള വലിയ മോഷൻ നമ്മളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ നമ്മൾ തെറിച്ചു പോകും എന്നെൻ്റെ പാഠം പഠിച്ചു. ആ പാഠവും കൊണ്ട് ഞാൻ ആ പാസേജിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി കണ്ടപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള കുട്ടി. ആരാ? ചോട്ടാ ഭീമാണ്. ചോട്ടാ ഭീം ഒരു 10 ലഡുവൊക്കെ അടിച്ചിട്ട് ഓടി വരികയാണ്. അങ്ങനെ ചോട്ടാ ഭീമോടെ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ വെച്ചിട്ട് ചോട്ടാ ഭീം ഒരു 10 ലഡുവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. 10 ലഡുവൊക്കെ വെച്ച് ചോട്ടാ ഭീം ഇങ്ങനെ ഓടി വരുമ്പോ ഞാൻ തൊട്ട് മുമ്പേ പഠിച്ച പാഠം ഇവിടെ അപ്ലിക്കബിൾ അല്ലല്ലോ. ഞാൻ അവിടെ തന്നെ നിന്നു. അവന് ഓട്ടി വന്നു, എന്നെ കുത്തി, ഞാൻ തെറിച്ചു പോകും. വൈ? എന്നിലേക്ക് മോഷൻ വന്നു. എന്നിലേക്ക് മോഷൻ വന്നത് അവന് മാസ് കൂടുതലുള്ളതുകൊണ്ടാണോ? അല്ല, അവനിൽ വെലോസിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു വസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മോഷൻ മാസോടൊപ്പം തന്നെ വെലോസിറ്റീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദ മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് വെലോസിറ്റി. ശരിയല്ലേ? ഒരു വസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മോഷൻ മാസിനെയും വെലോസിറ്റീനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഈസ് ദ മെഷർ ഓഫ് ദ മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു വസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മോഷന്റെ അളവ് മാസിന്റെയും വെലോസിറ്റിന്റെയും പ്രോഡക്റ്റ് ആണ്. ആ ക്വാണ്ടിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ മൊമെന്റം. ഓക്കെ, സോ ലീനിയർ മൊമെന്റം is the product of mass and velocity. എഴുതി വെക്കണേ, ലീനിയർ മൊമെന്റം is the product of mass and velocity. It is the measure of motion contained in a body. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ എന്ത് വേണമെന്ന് വിചാരിക്കുക? യൂണിറ്റ് വേണമെന്ന് വിചാരിക്കുക. എന്തായിരിക്കും യൂണിറ്റ്? മാസ് കിലോഗ്രാമിലാണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇനി ഡയമെൻഷണൽ ഫോർമുല വേണമെങ്കിൽ mL(T⁻⁻1). So this is what the linear momentum is. അപ്പോ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ മോഷനെ മാറ്റുക അല്ലേ? സ്റ്റേറ്റ് ഓഫ് മോഷനെയോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ മാറ്റുക. അപ്പൊ സ്റ്റേറ്റ് ഓഫ് മോഷനെ മാറ്റുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ലീനിയർ മൊമെന്റത്തെ അല്ലേ മാറ്റേണ്ടത്? കാര്യം ലീനിയർ മൊമെന്റം അല്ലേ മോഷന്റെ മെഷർ. ശരിയല്ലേ? അതെ, അതാണ് സെക്കൻഡ് ലോ. ഒന്നുകൂടി പറയട്ടെ, മോഷൻ അളക്കുന്നത് മൊമെന്റം ഉപയോഗിച്ചാണ്. ആണേ? അതെ, മൊമെന്റം ഉപയോഗിച്ചാണ് മോഷൻ അളക്കുന്നത്. ഫോഴ്സ് എന്താണ്? മോഷനെ മാറ്റുന്ന ആളുടെ പേരാണ് ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ആരെയാ മാറ്റേണ്ടത്? മോഷനെ മാറ്റണം. മോഷനെ മാറ്റാന്ന് പറഞ്ഞാൽ എന്തിനെ മാറ്റണം? മൊമെന്റത്തിനെ മാറ്റണം. അപ്പൊ ഫോഴ്സ് മൊമെന്റത്തെ മാറ്റും. എക്സ്റ്റേണൽ ഫോഴ്സ് മൊമെന്റത്തെ മാറ്റും എന്ന് പറയുന്നതാണ് എന്ത്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അതാണ് നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുക. റെഡി? ഓൾ ദ ബെസ്റ്റ്.